ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിന് ശേഷം നിധിയും സുധീഷും രാജീവിന്റെയും വീട്ടുകാരുടെയും കിളിക്കൂട്ടിലുള്ളവരുടെയും സമ്മതത്തോടുകൂടി വിവാഹം കഴിക്കുകയും സന്തോഷത്തോടുകൂടി ജീവിക്കാനായി തുടങ്ങുകയുമാണ്. സുധീഷിന്റെയും നിധിയുടെയും ജീവിതം കണ്ട് സന്തോഷിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും. നിധി ലാപ്ടോപ്പിൽ ഒരു വീടിന്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി ഇന്ന് വീട്ടിലുണ്ടായിരുന്നോ? ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ രാവിലെ സുധീഷിനോട് പറഞ്ഞതല്ലേ ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ കാണുമെന്ന്. അറിയാത്തതുപോലെയാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ, സത്യമായിട്ടും ഞാൻ ഓർത്തില്ല നിധി, ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് വന്നതാ. വീട് വരയ്ക്കുകയാണോ? ഈ ആർക്കിടെക്ട് ജോലിയൊക്കെ ഈസി ആണല്ലേ, ഇങ്ങനെ പടം വരച്ചു കൊടുത്താ പോരെ, മേസ്തിരിയും പണിക്കാരും കൂടി ചേർന്ന് വീട് പണിത് തരും. അപ്പൊ നിധി പറയണ, പടം വരച്ചാലൊന്നും വീടാവില്ല, ഇറങ്ങി ജോലി ചെയ്യണം. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, പിന്നെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ഇവിടെ റൂം വെക്കാം, ഇവിടെ ഹോള് വെക്കാം, അത് കിച്ചൺ ആക്കാമെന്ന് പറഞ്ഞ് വരച്ചു വെച്ചാ പോരെ, ഇത് വലിയ ജോലിയാണോ? അപ്പൊ നിധി പറയണ, ശരി, ഞാൻ ചെയ്യുന്ന ജോലി വലിയ ജോലിയല്ല, സുധീഷ് ചെയ്യുന്നത് വലിയ ജോലിയാണോ? അപ്പൊ സുധീഷ് പറയണ, പിന്നെ കാർ ഓടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അപ്പൊ നിധി പറയണ, ഈസിയാ, കാറിലേക്ക് കയറിയിരുന്ന ആക്സിലേറ്ററിൽ ചവിട്ടി സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ വണ്ടി ഓടുമല്ലോ. ചൈനയിലൊക്കെ സുധീഷ് ചെയ്യുന്ന ജോലി റോബോട്ടുകൾ ചെയ്യാൻ തുടങ്ങി, അതൊന്നും ഇപ്പൊ വലിയ ജോലിയല്ല. സുധീഷ് ചോദിക്കുന്നു, പകരം വീട്ടിയതാണല്ലേ? പുഞ്ചിരിച്ച് നിധി പറയണ, അതെ, എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ തോന്നിയെന്നുള്ളത് ഇപ്പൊ സുധീഷിന് മനസ്സിലായില്ലേ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, ശരി, സമ്മതിച്ചു. നിധി കഴിച്ചായിരുന്നോ? അപ്പൊ നിധി പറയുന്നു, ഞാൻ കഴിച്ചു. സുധീഷ് കഴിച്ചായിരുന്നോ? സുധീഷ് പറയുന്നു, കഴിച്ചു. അത് നിധിയെ കുറിച്ച് എന്നെ ഓർത്തിരിക്കുകയായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷ് നിധിയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ജോലി ചെയ്യാനൊന്നും തോന്നിയില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല, എങ്ങോട്ട് തിരിഞ്ഞാലും നിധിയാണ് എന്റെ മനസ്സിൽ. നേരത്തെയൊക്കെ ഞാൻ നിധിയോട് സംസാരിക്കാനായി വരുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു വിടില്ലായിരുന്നോ? ഇപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ, അതാ ഓടി വന്നത്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, നിധിക്ക് എന്തെങ്കിലും വാങ്ങി തരണോന്ന് എനിക്ക് തോന്നുക, എന്താ വേണ്ടത് പറ, നമുക്ക് ബിരിയാണി കഴിച്ചാലോ? നിധി ചോദിക്കുന്നു, എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ മാത്രം മേടിച്ചു തന്നാ മതിയോ? വേറെന്താ വേണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, നമ്മളിപ്പം കല്യാണം കഴിച്ചിരിക്കുകയല്ലേ, എന്നെ ഹണിമൂണൊന്നും കൂട്ടിക്കൊണ്ടുപോയില്ലേ? ഞെട്ടി വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, നിധി നീയാണോ ഈ ചോദിച്ചേ? അപ്പൊ നിധി പറയണ, അതെ, ഞാനാ ചോദിച്ചേ. അപ്പൊ സുധീഷ് പറയണ, പ്ലീസ് പ്ലീസ് ദേ അതേപോലെ ഒന്നുകൂടി ഒന്ന് ചോദിക്ക്. ഞാൻ ചോദിക്കില്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, നിധി പ്ലീസ് ഒരു തവണ ചോദിക്ക്. നിധി ഒന്നുകൂടി ഒന്ന് പറ. സുധീഷിന്റെ ഷട്ടിൽ പിടിച്ച് നാണത്തോടു കൂടി പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, എന്നെ ഹണിമൂണിനൊന്നും കൂട്ടിക്കൊണ്ടു പോകില്ലേ? സന്തോഷത്തോടു കൂടി സുധീഷ് പറയണ, ദേ നോക്ക്, എനിക്ക് കുളിര് കോരുന്നു, ഞാനിത് നിന്നോട് പറയാൻ വേണ്ടിയിരുന്നതാ, നീ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ശരി, നിനക്ക് എവിടെ പോണ്ടേന്ന് പറ, എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ നിധി പറയുമ്പോൾ സുധീഷ് പറയണ, സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം, അവിടെ ചെന്നിട്ട് ഏതാ സ്ഥലമെന്നാ നിധി അറിയും, അതൊക്കെ അല്ലേ? പുഞ്ചിരിച്ച നിധി പറയണ, എന്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടാ സുധീഷ് ഇത് ചിന്തിച്ചത്. സുധീഷ് ചോദിക്കുന്നു, ആര് പറഞ്ഞു? ഞാനിതൊക്കെ ചിന്തിക്കാതിരിക്കോ? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഞാനതപ്പോ പറഞ്ഞാൽ നിധി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. ഇപ്പതേ നിധി തന്നെ ചോദിച്ചിരിക്കുന്നു, ഇനി ഈ സുധീഷേട്ടനത് ചെയ്യാതിരിക്കോ? ഇത് കേട്ട് നിധി നാണത്തോടുകൂടി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ കൊടുക്കാനായി തുടങ്ങുകയാണ്. ഈ സമയം വീട്ടിലേക്ക് കയറി വരുന്ന നികേഷ് ഇത് കണ്ട് അയ്യോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നിധിയും സുധീഷും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. നിധി പറയുന്നു, നികേഷ് കണ്ടു. അങ്ങനെ അവർ ചമ്മലോടുകൂടി തലയിൽ കൈവച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ നികേഷ് മനസ്സിൽ പറയുകയാണ്, ഞാൻ ഇതൊക്കെ ചിന്തിക്കാതെ എന്തിനാ അകത്തേക്ക് പോയത്? നിധി പറയണ, നികേഷ് കണ്ടു കാണും, നാണക്കേടായി. അപ്പൊ സുധീഷ് പറയണ, നിധി ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിധി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കണ, നിന്നോട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതല്ലേ, ഇത്ര പെട്ടെന്ന് നീ തിരിച്ചു വന്നോ? അപ്പൊ നികേഷ് പറയണ, ഇവിടെ അടുത്തുള്ള ആ കടയിലെ കോൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് വന്നത്. പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുത്ത് സുധീഷ് പറയണ, നീ കുറച്ച് ദൂരെ പോയി ചിപ്സ് വാങ്ങിച്ചോണ്ട് വാ. എന്തിനാണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ചിപ്സ് എന്തിനാ? കഴിക്കാൻ പോയി വാങ്ങിച്ചോണ്ട് വാടാ, വെയിലാണ് സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, എടാ പറയുന്നൊന്നും മനസ്സിലാക്കടാ. എന്താന്ന് ചോദിച്ച് നിധി അവിടേക്ക് വരുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി ഈ വെയിലത്ത് ഞാൻ പോയി ചിപ്സ് വാങ്ങിച്ചോണ്ട് വരണമെന്ന്. അപ്പൊ നിധി പറയണ, നീ അങ്ങോട്ടും പോകണ്ട, അകത്തേക്ക് കയറുക. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് ചിരിക്കുകയാണ്. സുധീഷ് ദേഷ്യത്തോടു കൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ പിന്നാലെ പോകുന്നു. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നികേഷ് നിധിക്കും സുധീഷിനും ഐസ്ക്രീം എടുത്തു കൊടുക്കുകയാണ്. നികേഷും അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, നികേഷേ നിനക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ലേ? അപ്പൊ നികേഷ് പറയണ, ഇല്ല സുധീഷ് ഏട്ടാ, ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി ചോദിക്കണ, സുധീഷിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്തിനാ അവനെ വിരട്ടുന്നത്? അവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, സുധീഷ് ജോലിക്ക് പോകാൻ നോക്ക്. പുഞ്ചിരിച്ച് നികേഷ് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഐസ്ക്രീമിന്റെ കവറ് വേസ്റ്റിൽ കളയാനായി പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി ഹണിമൂണിന് പോകുന്ന കാര്യം സീരിയസ് ആയിട്ടല്ലേ പറഞ്ഞേ? അപ്പൊ നിധി പറയണ, അതെ സീരിയസ് ആയിട്ടാ പറഞ്ഞേ, അതിലെന്ത് ഡൗട്ടാ ഉള്ളത്? ഇത് കേട്ടി പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് നിധി കഴിച്ചോണ്ടിരിക്കുന്ന കോൺ ഐസ്ക്രീം
ഐസ്ക്രീം വാങ്ങി തന്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ ആ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. നിധി നാണത്തോടു കൂടി പുഞ്ചിരിച്ച് ആ ഐസ്ക്രീം കഴിക്കുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും റൂമിലിരുന്ന് ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ നാണത്തോടു കൂടി പുഞ്ചിരിച്ച് അവിടേക്ക് വന്ന് നിൽക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടന്റെ റൂം അവിടെ അല്ലേ? ഇവിടെ വന്ന് എന്ത് ചെയ്യുവാ? അതൊക്കെ എനിക്ക് അറിയാവിടാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, പറയടാ. സുധീഷ് കയ്യിലെ നഖം കടിച്ച് നാണത്തോടുകൂടി കളം വരയ്ക്കുകയാണ്. ഇത് കണ്ട് നികേഷ് ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽന്ന് പറഞ്ഞ് അവർ മടക്കി വെച്ചിരിക്കുന്ന തുണി എടുത്ത് ചുരുട്ടി കൂട്ടുകയാണ് സുധീഷ്. ഇത് കണ്ട് സുഭാഷ് പറയുന്നു, എടാ അത് മടക്കി വെച്ചിരിക്കുന്നതാ, നശിപ്പിക്കല്ലേ, ഇത് ഞാൻ മടക്കിയതാണെന്ന് പറഞ്ഞ് നികേഷ് ഡ്രസ്സ് പിടിച്ചു വാങ്ങുകയാണ്. സുധീഷ് പറയുന്നു, സോറി. അപ്പൊ സുഭാഷ് പറയണ, നീ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഞാനും നിധിയും കൂടി ഹണിമൂണിന് പോകാൻ ചിന്തിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയണ, നല്ല കാര്യമാണല്ലോ, അത് പറയാനാണോ നീ ഇങ്ങനെ നാണിക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ, നല്ല കാര്യമാ, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഹണിമൂണിന് പോകുമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, എന്താടാ നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഇല്ലേ? അപ്പൊ സുധീഷ് പറയണ, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നിധിയുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, അത് നടക്കുമോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതേ എല്ലാം പെട്ടെന്ന് നടക്കുന്നു. ഹണിമൂണിന് പോകാൻ തുടങ്ങുന്നു. അവൾക്കും ഹണിമൂണിന് പോകണമെന്നുണ്ട്. ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ സുഭാഷേട്ടാ? അപ്പൊ സുഭാഷ് പറയണ, ശരിയടാ, പോയിട്ട് വാ. ഒരാഴ്ചയോ 10 ദിവസത്തേക്കോ നിങ്ങൾ ഹണിമൂൺ പോകും. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ ഹണിമൂണിന് എങ്ങോട്ടാ പോവുക? മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടി, എങ്ങോട്ടാ പോകേണ്ടത്? അപ്പൊ നികേഷ് പറയണ, ഇതൊന്നും അല്ല സുധീഷേട്ടാ ട്രെൻഡ്. ഇപ്പം ഹിമാലയം വരെ ബൈക്കിലൊക്കെയാ പോകുന്നത്. സുധീഷേട്ടൻ ഏട്ടത്തെയും കൂട്ടി ബൈക്കിൽ ഹിമാലയത്തിലേക്ക് പോകും. ഇത് കേട്ട് സുധീഷ് പറയണ, ഇത് നല്ല ഐഡിയ ആണല്ലോ. നിധി ബൈക്കിൽ എന്റെ പിന്നിലിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചു വരും. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, ഇതൊക്കെ അവനോട് പറയേണ്ട കാര്യമാണോ? അപ്പൊ സുധീഷ് പറയണ, സോറി സുഭാഷേട്ടാ, സന്തോഷം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. നികേഷും സുധീഷും കൂടി ഹണിമൂണിന് പോകാൻ പറ്റിയ സ്ഥലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. സുധീഷ് പറയണ, നീ ബൈക്ക് ട്രിപ്പ് പറഞ്ഞില്ലേ, അതിപ്പോ നടക്കത്തില്ല, പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നടത്തിയെടുക്കും ഞാൻ. ഇപ്പൊ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോന്ന് നോക്കാം. തുടർന്ന് നിധി ടെൻഷനോടുകൂടി റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലികൾ ചെയ്യുകയാണ്. ഈ സമയം നിധിന്ന് വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടി അരികിലേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. എന്താ സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ജോലിയിലാണോ? ശരി, നീ ജോലി ചെയ്തോ, ഞാൻ ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കാം. നമ്മള് ഹണിമൂണിന് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ 2-3 സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേതാ നല്ലതെന്ന് നിധി തന്നെ പറ. നമുക്ക് മൂന്നാറിന് പോയാലോ? നിധി ചോദിക്കുന്നു, എന്തിന്? അപ്പൊ സുധീഷ് പറയണ, ഹണിമൂണിന്. ജോലി ചെയ്തോണ്ടിരിക്കുന്ന നിധി ചോദിക്കണ, ആർക്കാ ഹണിമൂണ്? അപ്പൊ സുധീഷ് ചോദിക്കണ, നിധി എന്തേ പറയുന്നത്? കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഹണിമൂണിന് പോകില്ലേ? നിധി ചോദിക്കണ, സുധീഷ് ആരുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞത്? ആരാ ഹണിമൂണിന് പോകുന്നേ? സുധീഷ് ചോദിക്കണ, എന്ത് നിധി, നമ്മുടെ കല്യാണ കഴിഞ്ഞത്? നമ്മള് ഹണിമൂണിന് പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ 2-3 ഓപ്ഷൻസ് ഒക്കെ നോക്കിയത്. ഇപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ നിധി ചോദിക്കണ, സുധീഷ് ഹണിമൂണൊക്കെ എന്തിനാ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഹണിമൂൺ എന്തിനാണെന്നോ? നീയല്ലേ ഇന്ന് എന്നോട് ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞേ? ഞാൻ എപ്പോ പറഞ്ഞു എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നിധി നീ എന്നോട് പറഞ്ഞത്, നീ ഇത്ര പെട്ടെന്ന് അത് മറന്നോ? അപ്പൊ നിധി പറയണ, സുധീഷ് അത് ഞാൻ ചുമ്മാ പറഞ്ഞതായിരിക്കും, അത് വിട്ടേര്. അപ്പൊ സുധീഷ് പറയണ, നിധി ഇങ്ങനെ പറയല്ലേ, നീ പറഞ്ഞത് നമ്മള് ഹണിമൂണിന് പോകുന്നല്ലേ? അപ്പൊ നിധി പറയണ, സുധീഷ് അതൊന്നും വേണ്ട. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? നമുക്ക് ഒരുമിച്ച് ബോട്ടിങ്ങിന് പോകാം, സൈക്ലിങ്ങിന് പോകാം, രാത്രിയിൽ കാട്ടിലൂടെ നടക്കാം, റൊമാൻറ്റിക്കായി സംസാരിക്കാം, ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടുപോയി നിധി. അപ്പൊ നീ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ? ഇത് കേട്ട നിധി പറയണ, സുധീഷ് അതൊക്കെ ബോറാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സുധീഷ്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഡിസൈൻ ചെയ്ത് ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിരുന്നതാ, ഇപ്പൊ അത് കാണുന്നില്ല. വീണ്ടും ആ ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ എറർ ആവുന്നു. കഷ്ടപ്പെട്ട് ചെയ്ത ഡിസൈനാ, ഇനി രാവിലെ മുതൽ ആ ഡിസൈൻ ചെയ്യാൻ തുടങ്ങണം. സുധീഷ് ഒന്ന് എഴുന്നേറ്റ്. ഇത് കേട്ട് സുധീഷ് ഇവിടെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ലാപ്ടോപ്പ് മാറ്റിവെച്ച് ബെഡൊക്കെ നേരെ ഇടുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, നിധി ഇതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞേ? ഇപ്പോഴാ മനസ്സിലായത്. നീ ഈ ജോലിയൊക്കെ പതിയെ ചെയ്തു തീർക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹണിമൂണിന് പോയാ മതി. നിധി പറയണ, അതൊന്നും വേണ്ട സുധീഷ്, ഹണിമൂണിന് പോകാനൊന്നും സമയമില്ല. ഹണിമൂണിന് പോയിട്ട് എന്ത് ചെയ്യാനാ? സുധീഷ് ചോദിക്കണ, എന്ത് ചെയ്യാനാണെന്ന്? നീയല്ലേ പറഞ്ഞത് ഹണിമൂണിന് പോകണമെന്ന്? അപ്പൊ നിധി പറയണ, ഞാൻ പറഞ്ഞു കരുതി ഹണിമൂണിന് അങ്ങ് പോകണമെന്നുണ്ടോ? ഇപ്പൊ അതേ ഞാൻ തന്നെ വേണ്ടാന്ന് പറയുന്നു. സുധീഷ് ചോദിക്കുന്നു, നിധി നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ നിധി പറയണ, സുധീഷ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ സുധീഷ് പറയണ, പറ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റാം, അല്ലാതെ ഹണിമൂണൊന്നും വേണ്ടെന്ന് പറയില്ല നിധി. അപ്പൊ നിധി പറയണ, അങ്ങനെയൊന്നും ഇല്ല സുധീഷ്, ഞാൻ നല്ല ടയർഡാ, ഞാൻ ഉറങ്ങട്ടെ. സുധീഷ് വിഷമത്തോടു കൂടി തലയാട്ടുമ്പോൾ നിധി ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, സുധീഷ് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കണേ. ലൈറ്റ് ഓഫ് ചെയ്ത് സുധീഷ് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് കിടക്കുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ, ആ കിടക്കാം, നിധി ഉറങ്ങിക്കോ. നിധി എനിക്ക് പറയാനുള്ളതെന്ന്. അപ്പൊ നിധി പറയണ, സുധീഷ് എനിക്ക് നല്ല ഉറക്കം വരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയണ, ശരി നീ ഉറങ്ങിക്കോ. ഇത് കേട്ട മോളെ നിധി കണ്ണടച്ചു കിടക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവളല്ലേ പറഞ്ഞത്
പറഞ്ഞത് ഹണിമൂണിന് പോണമെന്ന്. ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒരുപക്ഷെ ഇവള് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയതാണോ? അവള് തന്നെയാ ചോദിച്ചത്. അവള് തന്നെ ഹണിമൂണിന് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറയുന്നു. എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലോ? മേടിച്ചുണർത്തിയാൽ വഴക്ക് പറയോ? വേണ്ട, വഴക്ക് പറയും. അങ്ങനെ സുധീഷ് വളരെ വിഷമത്തോടുകൂടി ഹോളിലേക്ക് പോയിരിക്കുകയാണ്. നികേഷും സുഭാഷും നല്ല ഉറക്കത്തിൽ കിടക്കുന്നു. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. അകത്തേക്ക് കയറി വന്ന ഹരീഷിനോട് സുധീഷ് ചോദിക്കുന്നു, നിനക്ക് ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ? അപ്പൊ ഹരീഷ് പറയണ, ഇല്ല, കയ്യും മുഖവും കഴുകിയിട്ട് കിടന്നുറങ്ങണം. അപ്പൊ സുധീഷ് പറയണ, എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഹരീഷിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയണ, ഇന്ന് ഞാൻ പകല് സമയത്ത് വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പൊ നിധിയും നികേഷും വീട്ടിലുണ്ടായിരുന്നു. നികേഷ് ഐസ്ക്രീം വാങ്ങാനായി കടയിൽ പോയി. അപ്പൊ നിധിയുമായി ഞാൻ ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഹണിമൂണിന് പോയാലോ എന്ന്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സൂപ്പർ സുധീഷ് ഏട്ടാ, ഹണിമൂണിന് പോകണം. അപ്പൊ സുധീഷ് പറയട്ടടാ, നിന്നെ പോലെ ഞാനും ആദ്യം സന്തോഷിച്ചു. ആക്ച്വലി ഞാൻ തന്നെ അവളോട് ഹണിമൂണിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരുന്നതാ. ഞാൻ ആ കാര്യം പറഞ്ഞാൽ അവൾ എന്നെ വഴക്ക് പറയുമെന്നുള്ള പേടി കാരണം പറയാതിരുന്നതാ. ഈ കാര്യവും ഞാൻ അവളോട് പറഞ്ഞു. അപ്പോഴും അവള് ചിരിച്ചു കേട്ടോണ്ടിരുന്നു. ശരി, ഭാര്യ തന്നെ ഹണിമൂണിന് പോകാൻ സമ്മതിച്ചതുകൊണ്ട് എവിടാ പോവുക, എപ്പോഴാ പോവുക എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പണവും റെഡിയാക്കി ഞാൻ 2-3 ഓപ്ഷനുമായി അവളുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവൾ എന്തിനാണെന്ന് ചോദിക്കുക. ഹണിമൂണൊന്നും വേണ്ടെന്ന് പറയുന്നു. എന്താ ഹണിമൂൺ വേണ്ടാത്തതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അറിയില്ലടാ, ഉച്ചയ്ക്ക് അവൾ ആ ഹണിമൂണിന്റെ ടോപ്പിക്ക് പറഞ്ഞു തുടങ്ങിയത്. രാത്രിയിൽ ഹണിമൂണിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവക്ക് വേണ്ടാന്ന്. ഇതിനിടയിൽ എന്തായിരിക്കും സംഭവിച്ചേ? സംശയത്തോടു കൂടി ആലോചിച്ച ഹരീഷ് പറയണ, സുധീഷേട്ടൻ വേണമെങ്കിൽ രാവിലെ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ സുധീഷ് പറയണ, എടാ, ഹണിമൂൺ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഇവിടെ ഉറങ്ങി. ഉച്ചയ്ക്ക് എന്നോട് ഹണിമൂണിനെ കുറിച്ച് പറഞ്ഞ നിധിയെ പോലെയല്ല ഇപ്പൊ അവൾ എന്നോട് സംസാരിച്ചത്. വേറെ രീതിയിലാ. ഹണിമൂണിന് പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. അവൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവള് നമ്മളെ ചോദ്യം ചെയ്യില്ലായിരുന്നോ? അവക്ക് മാത്രം ഇങ്ങനെ വാക്ക് മാറ്റി സംസാരിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങൾ അങ്ങനെയാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? നമുക്കൊരു ന്യായോ അവർക്ക് മറ്റൊരു ന്യായോ ആണോ? ഹരീഷ് പറയുന്നു, മൂഡ് ശരിയല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും, മൂഡ് ശരിയായാൽ ഓക്കെ എന്ന് പറയും. നല്ല മൂഡിലിരിക്കുമ്പോഴെന്ന് സംസാരിച്ചു നോക്ക്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാവുന്ന സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നീതുവിനെ ഡീൽ ചെയ്ത് ഇതൊക്കെ എനിക്ക് ശീലമായി. അവള് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരു കാര്യം തന്നെ 3 രീതിയിൽ സംസാരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അവളായിട്ട് വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ഏർപ്പാടും ചെയ്യും. പിന്നെ അവള് വന്ന് എന്ത് പറയുന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് വേണമായിരുന്നു എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ. നിനക്ക് തോന്നത്തില്ലായിരുന്നു അതൊന്നും? ഞാൻ വരില്ല. അത് കഴിഞ്ഞ അടുത്ത ദിവസം വന്നിട്ട് അവള് പറയും, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ നീ അവിടെ പോകണ്ടെന്ന് തീരുമാനിച്ചില്ലേ? അങ്ങനെ പറഞ്ഞ എന്നോട് വഴക്കുണ്ടാക്കും. സുധീഷ് ചോദിക്കുന്നു, അപ്പോ നിധിയും വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ? അപ്പൊ ഹരീഷ് പറയണ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഇപ്പം ഹണിമൂണ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സുധീഷ് ഏട്ടൻ അതിന് ഓക്കെ പറഞ്ഞിട്ട് ഹണിമൂണ് വേണ്ടെന്ന് വെച്ചാൽ അതിനായിരിക്കും അടുത്ത വഴക്ക്. ഇത് കേട്ട് സുധീഷ് പറയണ, അവളല്ലേ പറഞ്ഞത് ഹണിമൂണിന് പോകണ്ടെന്ന്, പിന്നെന്തിനാ അവള് വഴക്കുണ്ടാക്കുന്നത്? അപ്പൊ ഹരീഷ് പറയണ, വേണ്ടെന്ന് പറഞ്ഞ ഉടനെ അതങ്ങ് വിട്ടുകളഞ്ഞല്ലേ? നിങ്ങൾക്ക് എന്നെ പുറത്ത് കൊണ്ടുപോകാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സുധീഷ് ഏട്ടാ. അതുകൊണ്ട് സുധീഷ് ഏട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചിന്തിച്ച് തല പോയിക്കാതെ നാളെ രാവിലെ എഴുന്നേറ്റ് ഒരു തവണ ചോദിച്ചു നോക്ക്. അപ്പൊ ഏട്ടത്തി ഓക്കെ പറയും. ഇപ്പം വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയണ, അതേടാ, ഏതോ പ്രോജക്റ്റിന്റെ ഫയല് ഡിലീറ്റ് ആയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ, അതാണ് കാര്യം, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. സുധീഷ് ഏട്ടൻ നാളെ രാവിലെ ചോദിക്കുക, ഉറപ്പായിട്ടും ഓക്കെ പറയും. സുധീഷ് ചോദിക്കുന്നു, എടാ, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുക? അപ്പൊ ഹരീഷ് പറയുന്നു, ആദ്യമൊക്കെ അങ്ങനെ തോന്നും, പിന്നെ അതങ്ങ് ശീലമായിക്കോളും. ഇത് കേട്ട് സുധീഷ് പറയാണ്, എടാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ആ കിങ് എന്നാ വിചാരിച്ചത്. ഇന്നിതേ നിന്നോട് ഉപദേശം ചോദിക്കുന്നു. ഹരീഷ് പറയാണ്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ എല്ലാം ശരിയാകും. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് സുധീഷ്. തുടർന്ന് രാവിലെ നിധി തുണി കഴുകി വിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയാണ്, ഇപ്പൊ ഇവളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ, നോർമൽ ആയിരുന്നാ മതിയായിരുന്നു. അങ്ങനെ സുധീഷ് നിധിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, നിധി തുണി കഴുകുകയാണോ? അപ്പൊ നിധി പറയണ, അല്ല, ഇഡ്ഡലി ഉണ്ടാക്കുക, ചൂടോടെ എടുക്കട്ടെ. ഇതൊക്കെ കണ്ടാൽ അറിയില്ല സുധീഷ്, തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, എന്താ കാര്യം എന്നങ്ങ് പറഞ്ഞാ പോരെ? സുധീഷ് പറയണ, അതല്ല നിധി, നീ എന്ത് മൂഡിലാണെന്ന് അറിയില്ലല്ലോ, അറിഞ്ഞതിന് ശേഷം പറയാന്ന് വിചാരിച്ചു. ഇതിട്ട് നിധി പറയണ, സുധീഷ് രാവിലെ തന്നെ വെറുപ്പിക്കല്ലേ, എന്താ കാര്യം അത് പറ. സുധീഷ് ചോദിക്കണ, അല്ല, നമ്മള് ഹണിമൂണ് പോകുന്നതിനെ കുറിച്ച് അതിനിപ്പോ എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അല്ല, നമ്മള് ഹണിമൂണ് പോവുകയല്ലേ? അപ്പൊ നിധി പറയണ, സുധീഷ് എത്ര തവണയാ ചോദിക്കുക, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഓക്കെ പറഞ്ഞതല്ലേ? സുധീഷ് മനസ്സിൽ പറയണ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഇത് തന്നെയല്ലേ ഹരീഷും പറഞ്ഞ? നിധി ചോദിക്കുന്നു, സുധീഷ് എന്നെ ഹണിമൂണിന് കൊണ്ടുപോകാൻ സുധീഷിന് ഇഷ്ടമല്ലേ? അയ്യോ, ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വീണ്ടും വീണ്ടും ഇതേ ടോപ്പിക്ക് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ സുധീഷിന് എന്തോ ഇഷ്ടക്കേടുണ്ടെന്നല്ലേ അർത്ഥം? ഇത് സുധീഷ് പറയണ, അയ്യോ, അങ്ങനെയൊന്നും ഇല്ല നിധി, ഞാൻ 100% സമ്മതത്തോടു കൂടിയാ നിൽക്കുന്നത്. അപ്പൊ നിധി പറയണ,
പിന്നെന്താ, ഹണിമൂണിന് പോകുന്നതിനെ കുറിച്ച് ഞാനല്ലേ സുധീഷിന്റെ അടുത്ത് വന്ന് പറഞ്ഞേ? ശരിക്കും സുധീഷാണ് അത് പറയേണ്ടത്. അതുപോലെ സുധീഷിന് തോന്നിയില്ല. അപ്പൊ സുധീഷ് പറയണ, നിധി എനിക്ക് ഹണിമൂണിന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിധിയോട് പറയാനൊരു ഭയം തോന്നി. ഞാൻ ചോദിച്ചിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞാലോ, അതുകൊണ്ടാ പറയാഞ്ഞത്. അപ്പൊ നിധി പറയാണ്, ശരി സുധീഷ് ചോദിച്ചില്ല, ഞാൻ ചോദിച്ചു, സുധീഷ് പോകാന്ന് പറഞ്ഞു. ഇനിയിപ്പം അതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? വീണ്ടും വീണ്ടും ഹണിമൂണിന് പോകുന്നോ എന്ന് ചോദിക്കാൻ എന്താ ഉള്ളത്? വെറുതെ ഹണിമൂണിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് കിട്ടി നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയണ, നിധി ഒരു മിനിറ്റ്, ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. ദേ നോക്ക് നിധി, ഇന്നലെ രാത്രി നീയാ പറഞ്ഞത് ഹണിമൂണൊക്കെ എന്തിനാ വേണ്ടാന്ന്, അതുകൊണ്ടാ ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിച്ചത്. ഇത് കേട്ട നിധി ചോദിക്കണ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ? അപ്പൊ സുധീഷ് പറയണ, അതേ നിധി, നീ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അപ്പൊ നിധി പറയണ, സുധീഷ് എന്തൊക്കെ പറയുന്നു അതൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യാറുള്ളൂ. ഹണിമൂണിന് നിങ്ങൾ തന്നെ എന്നെ സർപ്രൈസ് ആയിട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ടതാ, പക്ഷെ ചെയ്യില്ല. ഞാൻ തന്നെ ചോദിച്ചതിന് ശേഷമാണ് കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞത്. നന്നായിട്ട് തലയാട്ടിട്ട് രാത്രി വന്നിട്ട് ഹണിമൂണിന് എവിടെ പോവുക, അവിടെ പോണോ ഇവിടെ പോണോ എന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നു. എന്താ സുധീഷ്, ഇതൊക്കെ സുധീഷ് എന്നെ ചിന്തിച്ചൊരു തീരുമാനം എടുത്താ പോരെ? എങ്ങനെയാ സുധീഷ് ഇങ്ങനെ 2-3 ചോദ്യങ്ങളുമായിട്ട് നിൽക്കുന്നേ? പോകണം, എവിടെ പോകണം, പോകണോ, ഇങ്ങനെ മാറി മാറി വന്ന് ചോദിക്കുന്നത് എന്തിനാ സുധീഷ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹണിമൂണിന് പോകാൻ സുധീഷിനെ ഇഷ്ടമില്ലാത്തതുപോലെയല്ലേ എനിക്ക് തോന്നുക. സത്യം പറ സുധീഷ്, ഹണിമൂണിന് പോകാൻ സുധീഷിന് ഇഷ്ടമല്ലേ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, നിധി നീ എന്തേ പറയുന്നേ? എനിക്കിഷ്ടം, ഇതിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും തരും, നമുക്ക് പോകാൻ നിധി. ഇത് കേട്ട് നിധി പറയണ, അപ്പൊ അങ്ങ് പോയാ പോരെ? വീണ്ടും വീണ്ടും പോകണോ എന്നൊക്കെ ചോദിച്ചാൽ സുധീഷിന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നില്ലേ എനിക്ക്? അപ്പൊ ഞാൻ വേണ്ടാന്നേ പറയത്തുള്ളൂ. കൈകൂപ്പി സുധീഷ് പറയുന്നു, എന്റെ പൊന്നു നിധി, ദയവ് ചെയ്ത് ഇനി വേണ്ടാന്ന് പറയല്ലേ, നമ്മൾ പോകുന്നു, ഓക്കെ? ഞാൻ സർപ്രൈസ് ആയിട്ട് നിധിയെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ നിധി പറയണ, ഇങ്ങനെ തന്നെയാ സുധീഷ് ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞത്. രാത്രി വന്ന് എവിടെ പോണോന്ന് എന്നോട് ചോദിക്കുന്നു, പിന്നെന്തിനാ സർപ്രൈസ് ആണെന്ന് പറയുന്നത്? ഇത് കേട്ട് സുധീഷ് പറയണ, അത് ശരിയാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് എവിടെ പോകണമെന്ന് നിധിയോട് ചോദിക്കരുതെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതിനു പകരം ഹണിമൂണിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചിന്തിക്കുക? ഇത് കേട്ട് നിധിയെ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയണ, ഇല്ല, ഞാൻ നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്, അറിയാണ്ട് പറഞ്ഞു പോയതാ, എന്റെ ഭാഗത്താ തെറ്റ്. സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് നിന്റെ അടുത്ത് വന്ന സ്ഥലം ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. നമ്മൾ പോകുന്നു നിധി, എവിടെ പോണം, എപ്പോ പോണം, ഇതൊന്നും ഞാൻ നിധിയോട് ചോദിക്കില്ല, പറയത്തുമില്ല. നിധി പാക്ക് ചെയ്ത് വെച്ചാ മതി. വേണ്ട, അത് നീ ചെയ്യണ്ട, ഞാൻ തന്നെ നിന്റെ ഡ്രസ് എല്ലാം എടുത്ത് പാക്ക് ചെയ്തോളാം, ഓക്കെ അല്ലേ? നമ്മള് ഹണിമൂണിന് പോകുന്നു, നീ ആ ഹണിമൂണിന് ഓക്കെ പറഞ്ഞു, കറക്റ്റ് അല്ലേ? ഇത് കേട്ട് നിധി ചോദിക്കണേ, ഇപ്പൊ എന്താ വേണ്ടത്, ഞാൻ നോ പറയണോ? ഇത് കേട്ട് സുധീഷ് പറയണ, അയ്യോ വേണ്ട, ഞാൻ കൺഫ്യൂസ് ആകും, നമ്മൾ പോകുന്നു, ഇതിൽ ഒരു മാറ്റവും ഇല്ല, ഇപ്പൊ തന്നെ എല്ലാം പാക്ക് ചെയ്യുന്നു, ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് പോകുന്നു, ഓക്കെ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഓക്കെ. സുധീഷ് നെഞ്ചത്ത് കൈവച്ച് സമാധാനത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് ഹരീഷ് ഫോണിൽ നോക്കിക്കൊണ്ട് ഹോളിലിരിക്കുമ്പോൾ അവിടേക്ക് വന്നിരുന്ന തലയിൽ കൈവച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, ഇങ്ങനെ ഓരോ നിമിഷവും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എടാ ഹരീഷ്, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് സുധീഷ്. എന്താ കാര്യമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഫോണല്ലേ നിന്റെ ജോലി, 5 മിനിറ്റ് കഴിഞ്ഞാ ഫോണിൽ നോക്കിയാ മതി. എടാ നീ പറഞ്ഞ മൂഡ് സിങ്സ് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഹരീഷ് ചോദിക്കുന്നു, അത്ര പെട്ടെന്നൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സുധീഷ് ഏട്ടൻ എങ്ങനെ മനസ്സിലാക്കി? എന്താ നടന്നേന്ന് ആദ്യം എന്നോട് പറ. അപ്പൊ സുധീഷ് പറയണ, നൈറ്റ് ഹണിമൂണ് വേണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? രാവിലെ സംസാരിക്കാനും നീ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ചെന്ന് ഹണിമൂണ് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ വേറെ രീതിയിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് ഹരീഷ് ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, നീ ചിരിക്കുകയാണോ? ഇന്നലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ പോകാന്ന് പറയുന്നു, നീ എന്താ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നെന്ന് ചോദിച്ചപ്പോൾ സുധീഷ് വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നു. അപ്പൊ സുധീഷിനെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇഷ്ടമില്ല എന്നല്ലേ അർത്ഥം? വീണ്ടും എന്നോട് ചോദിച്ചാൽ ഞാൻ നോ പറയുന്നൊക്കെ പറയുന്നു. എടാ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഹരീഷ് പറയണ, ദേ നോക്ക് സുധീഷ് ഏട്ടാ, ഇങ്ങനെയുള്ള കാര്യത്തില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി. നീതുവിനെ ഡീൽ ചെയ്ത് ഞാൻ ഇതിന് എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എങ്ങനെയാടാ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിധി, ഇപ്പോഴാ ഇങ്ങനെയൊക്കെ മാറിയത്? ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, പണ്ടൊക്കെ ഏട്ടത്തി സുധീഷ് ഏട്ടനെ കണ്ടിരുന്നത് ഭർത്താവായിട്ടല്ല, ഇപ്പൊ ഏട്ടത്തി ഇഷ്ടപ്പെട്ട് സുധീഷ് ഏട്ടനെ കല്യാണം കഴിച്ചതാ, ഇനിയാണ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പൊ സുധീഷ് പറയണ, എടാ എനിക്കൊക്കെ നേരെ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല, ഇങ്ങനെ ചുറ്റി വളച്ചു പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകാനാ? ഇപ്പൊ പോലും എന്നോട് സംസാരിച്ചത് നിധിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും അവള് ന്യായമായ രീതിയിലാണ് പെരുമാറുന്നത്, ഇന്നിപ്പോ അവള് അന്യായമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയണ, ആദ്യമായിട്ടല്ലേ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ പിന്നെ എല്ലാം ശീലമായിക്കോളും. പെണ്ണുങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയായിരിക്കും, നമ്മൾ വേണം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ. അവര് ചിന്തിക്കുന്നത് അവര് പറയാതെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് അവര് പ്രതീക്ഷിക്കും. സുധീഷ് ചോദിക്കുന്നു, എടാ പറയാതെ എങ്ങനെയാടാ മനസ്സിലാക്കുക? അപ്പൊ ഹരീഷ് പറയണ, മനസ്സിലാക്കണം സുധീഷ് ഏട്ടാ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, പിന്നെ അതേ പിടിച്ചങ്ങ് കയറും. സുധീഷ് ഏട്ടന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ദിവസം നീതു കടയിലേക്ക് വന്നു. ഞാൻ അവളോട് നല്ല രീതിയിലാ സംസാരിച്ചത്, പക്ഷെ അവള് പെട്ടെന്ന് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ
എന്തൊക്കെയോ പറഞ്ഞ വഴക്കുണ്ടാക്കി കടയിൽ ഇറങ്ങിപ്പോയി. എന്താ നടന്നെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അവള് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും പറഞ്ഞുമില്ല. സുധീഷ് ചോദിക്കുന്നു, നീ അവളോട് കാര്യം ചോദിച്ചില്ലേ? അപ്പൊ ഹരീഷ് പറയണ, അടുത്ത ദിവസം ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറയുക, അവളുടെ ഫ്രണ്ടുമായിട്ട് രാവിലെ വഴക്കുണ്ടാക്കി, അതുകൊണ്ട് അവളുടെ മൈൻഡ് ശരിയല്ലായിരുന്നെന്ന്. അതറിയാതെ ഞാൻ അവളെ ദേഷ്യം പിടിപ്പിച്ചെന്ന്. അപ്പൊ സുധീഷ് പറയണ, എടാ ഇത് അവള് പറയാതെ നീ എങ്ങനെ അറിയാനാ? അപ്പൊ ഹരീഷ് പറയണ, പറയാതെ നമ്മൾ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവള് വരുമ്പോൾ അവള് വിഷമത്തിലാണോ സന്തോഷത്തിലാണോ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അവൾ എന്തെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ എന്താ ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കണോന്നാ പറയുന്നേ. ഇത് കേട്ട് സുധീഷ് പറയണ, എടാ അത് അവള് തന്നെ പറഞ്ഞെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയണ, ഇത് ശരിയല്ല. സുധീഷ് ഏട്ടൻ വീണ്ടും ഡിവോഴ്സ് ചെന്ന് നിൽക്കുമെന്നാ തോന്നുന്നേ. ഞാൻ പോവാ. കയ്യിൽ പിടിച്ച് സുധീഷ് പറയണ, നീ പറ. അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുന്നത് ആദ്യം നിർത്തണം. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. സുധീഷ് ഏട്ടന്റെ ഭാഗത്തെ ന്യായം അവരോട് പറയാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നമായി മാറും. സറണ്ടർ ആകുന്നതാണ് നല്ലത്. ആലോചിച്ച് നോക്ക്, നീതുവിന്റെ ഫ്രണ്ടുമായിട്ട് അവൾക്ക് വഴക്ക്, അതിലവള് വിഷമിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കണമെന്നാ അവള് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായിരിക്കും ഏട്ടത്തെയും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വേണം ഇതെല്ലാം മനസ്സിലാക്കി പെരുമാറാൻ. അപ്പൊ സുധീഷ് പറയണ, എടാ ഇത് വലിയ ടാസ്ക് ആണല്ലോ. അപ്പൊ ഹരീഷ് പറയണ, എന്ത് ചെയ്യാൻ, ചെയ്തല്ലേ പറ്റൂ. അപ്പൊ സുധീഷ് പറയണ, ശരി, ഇപ്പൊ അവള് ഹണിമൂൺ ഓക്കെ പറഞ്ഞു, വീണ്ടും പറ്റില്ല എന്ന് പറയില്ലല്ലോ. ഇതിക്കിട്ട് ഹരീഷ് പറയുകയാണ്, അങ്ങനെയൊന്നും മാറ്റി പറയില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിക്കോ. അപ്പൊ സുധീഷ് പറയണ, ഇല്ലടാ ഞാൻ ഇനി എല്ലാം ശ്രദ്ധിച്ചോളാം. ഇന്ന് രാത്രി തന്നെ ഞങ്ങള് ഹണിമൂണിന് പോവാ. അവളെ കാറ് കേട്ടിട്ട് ഇനി ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കും. തുടർന്ന് സുഭാഷിന്റെയും നിധിയുടെയും നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇന്ന് രാത്രി ഞാനും നിധിയും കൂടി ഹണിമൂണിന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, ശരി ശരി പോയിട്ട് വാ. സുധീഷിന് കൈ കൊടുത്തുകൊണ്ട് നികേഷ് പറയുന്നു, സൂപ്പർ സുധീഷ് ഏട്ടാ, കൺഗ്രാചുലേഷൻസ്, താങ്ക് യുടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ പോകുന്നത്? അപ്പൊ സുധീഷ് പറയണ, കാറിലാ പോകുന്ന സുഭാഷ് ഏട്ടാ. കാർ വേണ്ട സുധീഷ്, ട്രെയിനിന് പോകാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, നമ്മൾ രാത്രിയാ പോകുന്നത്, ട്രെയിൻ ഒന്നും ഇനിയും കിട്ടില്ല. നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. അതുമാത്രമല്ല കാർ ആയിരിക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നേരെ റൂമിലേക്ക് പോകാം. ട്രെയിനിൽ പോയാൽ ഒരിടത്ത് ഇറങ്ങി അവിടുന്ന് കാർ പിടിച്ച് ഹോട്ടലിലേക്ക് പോകണം. പിന്നീട് ഏതെങ്കിലും വണ്ടിയിൽ വേണം സ്ഥലങ്ങൾ കാണാൻ പോകാൻ. അതൊക്കെ വലിയ പണിയാ. അതൊന്നും ശരിയാകില്ല നിധി, നമുക്ക് കാറിൽ തന്നെ പോകും. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ. ഞാൻ ഓണറോട് പറഞ്ഞായിരുന്നു, തോമസ് ഏട്ടൻ നമ്മളോട് കാർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് നിധി പറയണ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയാലോ. ഇത് കേട്ട് ഞെട്ടി സുധീഷ് ചോദിക്കുന്നു, എന്ത് പോകാൻ ഏട്ടത്തീന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, നിനക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ ഏട്ടത്തീന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, നീ എവിടെ പോകാന്നാ പറയുന്നത്? ഞങ്ങളുടെ ഹണിമൂണിന് നീ വരുന്നെന്നോ? എന്താ നിധി ഇത്? അപ്പൊ നിധി പറയണ, എന്താ സുധീഷ് ഇത്? എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചു പോകുമ്പോൾ നല്ല രസമല്ലേ, നമുക്ക് 6 പേരും കൂടി പോകാം. സുധീഷ് ചോദിക്കുന്നു, നിധി ഹണിമൂണിന് നമ്മൾ എങ്ങനെ കുടുംബമായിട്ട് പോവുക? നിധി പറയണ, അതൊക്കെ നമുക്ക് നോക്കാം സുധീഷ്, എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതാ ഒരു രസം. നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ ബോറടിക്കും സുധീഷ്, എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ വലിയ സന്തോഷമായിരിക്കും. ഇതിനാണോ നമ്മൾ ഹണിമൂണിന് പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ രാത്രി ഹണിമൂണിന് പോകുന്ന കാര്യം പറയുന്നേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ നിധി റൂമിനകത്തേക്ക് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് സുധീഷ് പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. നിധി വാതിലടയ്ക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, എടാ നികേഷ് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് ശരിയെന്ന് പറയുകയാണോ? അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് നിധി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹണിമൂണിന് ഞങ്ങൾ ആരും വരില്ല, നീ ടെൻഷൻ ആകാതെ. സുധീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്